പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വീഡിയോയ്ക്ക് ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ചെലവില്ലാത്ത ഹൃദയ മാറ്റിയുള്ള ശസ്ത്രക്രിയ എന്നാണ്. ഇന്ന് ധാരാളം നമുക്കറിയാം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാലഘട്ടമാണ്. അതിന് ഒത്തിരി പണച്ചെലവുമുണ്ട്. എന്നാൽ ഒരു പണച്ചെലവും ഇല്ലാത്ത ഒരു ശസ്ത്രക്രിയ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ആത്മാവാണ് ശരീരത്തെക്കാൾ ശ്രേഷ്ഠം. ആത്മീയ തലമാണ് ശരീര തലത്തെക്കാൾ അത് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ഇനിയും ആത്മാവ് തളർന്നാൽ ശരീരം തളരും എന്ന് നമുക്കറിയാം. അപ്പോൾ ആത്മീയ തലത്തിൽ ഉള്ള ഹാർട്ടിന്റെ, ആത്മീയ ഹൃദയത്തിന്റെ ഒരു ശസ്ത്രക്രിയ ഒരു വിഷയം നമുക്ക് ആവശ്യമാണ്. ഒരു പക്ഷെങ്കിൽ അതില്ലാത്തത് കൊണ്ടും കൂടിയല്ലേ ശാരീരികമായ ശസ്ത്രക്രിയ ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. ആത്മീയ രോഗങ്ങൾ, ആത്മീയമായ കുറവുകൾ, പരാധീനതകൾ ഉണ്ട്. അത് ശരീരത്തെ ബാധിക്കുമെന്ന് നമുക്കറിയാം. ഏറെ ശാരീരിക രോഗങ്ങളുടെ ഒരുപക്ഷെ അടിസ്ഥാനം മനസ്സിലെ കുറവുകളും ആയിരിക്കാമെന്ന് നമുക്ക് കാണാം. ഞാനിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ കാരണം എസെക്കിയേൽ പ്രവാചകൻ ആണ് ഈ ആന്തരിക ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ ആത്മീയ ഹൃദയ ശസ്ത്രക്രിയയെപ്പറ്റി ആദ്യമായി പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് എസെക്കിയേൽ പ്രവാചകൻ അധ്യായം 36:24. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ ശ്രേഷ്ഠനാമത്തിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എന്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകൾ അറിയും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഒരു മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതിയും ഇഷ്ടവും എന്താണെന്ന് ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്. 1 തെസ്സലോനിക്ക അധ്യായം 4:3. നിങ്ങളുടെ ജീവിത പരിശുദ്ധിയാണ് ദൈവത്തിന് നിങ്ങളെപ്പറ്റിയുള്ള പദ്ധതിയും പ്ലാനും. ഹല്ലേലൂയ. God's will for you, God's plan for you is the holiness of your life. അപ്പോൾ പലതരത്തിൽ നമ്മൾ ആ ദൈവത്തിന്റെ ആ പരിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടുത്തി. അപ്പോൾ കർത്താവ് പറയാണ്, എങ്ങനെയാലും ഞാൻ അത് തിരികെ കൊണ്ടുവരും. നമുക്ക് ഒന്ന് വായിക്കാം ആ ശസ്ത്രക്രിയയെപ്പറ്റി എപ്രകാരമാണ് വിശദമായിട്ട് പറയുന്നത് എന്നിൽ. 25 മുതൽ വചനം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളഹൃദയം നൽകും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ അങ്ങനെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധയുള്ളവരായിത്തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നിയമം ലംഘിക്കുകയാണ് പാപം. അപ്പൊ ഈ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് നമ്മുടെ ഹൃദയ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു. ആ ഹൃദയ പരിശുദ്ധിയെ വീണ്ടെടുക്കുവാൻ ഒരു ഡോക്ടർ ചെയ്യുന്ന പോലെ പറയുകയാണ്, അതെ, നീ നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ ശുദ്ധജലം തളിക്കും. നമുക്കറിയാം ഒരു ശസ്ത്രക്രിയക്ക് എങ്ങനെയാണ് ഡോക്ടർമാരും നേഴ്സുമാരും ആ ഹാർട്ടിന്റെ ഭാഗം ക്ലീൻ ആക്കുന്നത്, വൃത്തിയാക്കുന്നത്. അപ്പോൾ ആ ജീവജലം കൊണ്ട് ശുദ്ധീകരിക്കും. എന്നിട്ട് പറയാണ്, അതെ, നിന്റെ മാംസതുല്യമായ ഹൃദയം ഞാൻ എടുത്തു മാറ്റും. അത് മുറിച്ചു മാറ്റുന്ന പറഞ്ഞാൽ കട്ട് അവേ യുവർ ഓൾഡ് ഹാർട്ട്. ശസ്ത്രക്രിയ പോലെ തന്നെയാ പറയുന്നത്. എന്നിട്ട് ഞാനൊരു പുതിയ ഹൃദയം അവിടെ വയ്ക്കും. ഹല്ലേലൂയ. അവിടെയാണ് ഹൃദയം മാറ്റ ശസ്ത്രക്രിയ ഞാൻ പറഞ്ഞത്. ഇനി നമുക്കറിയാം ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ നമുക്കറിയാം ശരീരത്തിന്റെ ഒരു ശസ്ത്രക്രിയ ആണെങ്കിൽ അനസ്തെറ്റിക്കിന്റെ കയ്യിലാണ് ജീവൻ. അപ്പോൾ അത് ശ്വസിക്കുന്നത് ആ പ്രത്യേക യന്ത്രം വഴിയാണ്, മനുഷ്യനല്ല. ആർട്ടിഫിഷ്യലായിട്ടുള്ള ബ്രീത്തിങ് ആണ്, ശ്വസനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പറയാണ് കർത്താവ് യേശു, ഞാൻ നിങ്ങളിൽ എന്റെ ആത്മാവിനെ നിവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിശ്ചയിപ്പിക്കും. അപ്പോൾ നിന്റെ പഴയ ആ അശുദ്ധികളായിരുന്ന
ആ നിശ്വാസമെല്ലാം അങ്ങ് നിൽക്കും. നീ പുതിയൊരു ശ്വാസം വലിക്കും, ആത്മാവിന്റെ ശ്വാസം. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു വലിയ കാര്യം കർത്താവ് പറയുകയാണ്. അതായത് ഹൃദയ ശസ്ത്രക്രിയ തന്നെയാണത് പറയുന്നത് എന്ന് ഞാൻ പറയും. ഇനി പറയാണ് ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ മാറ്റും. എന്താണ് വിഗ്രഹം? നമുക്കറിയാം, വിഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ഏതെങ്കിലും തടിയോ മണ്ണാങ്കട്ടയോ കല്ലുകൊണ്ടോ ഉണ്ടാക്കുന്ന പ്രതിമകളാണ്. എന്നാൽ എസ്.കെ. പ്രവാചകൻ അധ്യായം 14 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ ഏവയെന്ന്. വൈരാഗ്യം, രോഷം, പക, ധനമോഹം, അത്യാഗ്രഹം, ലൈംഗികാസക്തി, മദ്യാസക്തി, ഇങ്ങനെ പോകുന്നു. ആ വിവിധങ്ങളായ ആസക്തികൾ, പാപത്തിലേക്കുള്ള പ്രവണതകൾ. നമുക്കറിയാം, ഹൃദയത്തിൽ പണത്തെ ആരാധിക്കുന്നവർ ധാരാളമുണ്ട്, സെക്സിനെ ആരാധിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പോർണോഗ്രാഫിയും മറ്റും മുറുകെ പിടിച്ചിരിക്കുക, എന്തായാലും വിട്ടുകൊടുക്കാത്തത്. അതുപോലെ മദ്യം ദൈവമായി കരുതി ക്രിസ്മസ് ആട്ടെ, ഈസ്റ്റർ ആട്ടെ, എന്ത് വന്നാലും ഞാൻ മദ്യപിക്കും. അപ്രകാരം ഹൃദയത്തിലുള്ള ആസക്തികൾ തിന്മ കടക്കുന്നു. അപ്പോൾ അവിടെയാണ് വിഗ്രഹം, പുറമേ അല്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥത, പണത്തോടുള്ള താല്പര്യം. ഞാൻ പണ്ട് പറയുന്ന പോലെ മണ്ണാശ, പൊന്നാശ, പെണ്ണാശ, ഇതെല്ലാം ഉണ്ട്. ഈ ആശകൾ കിടക്കുകയാണ്. നമുക്കറിയാം, അല്പം ഭൂമിക്ക് വേണ്ടിയല്ലേ വെടിവെക്കുന്നതും കൊലപാതകം ചെയ്യുന്നതും ഒക്കെ. നമ്മൾ അടുത്ത നാളിൽ കാഞ്ഞിരപ്പള്ളി കേസ് കേട്ടു. മണ്ണാശ, അതിർത്തി വഴക്കുകളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പെണ്ണിന്റെ കാര്യത്തിൽ പെണ്ണാശ, ലൈംഗിക ആസക്തി കൊണ്ട്. ഈയിടെ നമ്മുടെ കുര്യൻ കാരിക്കലച്ചൻ അതേപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് വീഡിയോ കൂടി പറയുന്നുണ്ട് കൈഷ് ഭവനിൽ നിന്നും. അതൊക്കെ നിങ്ങൾ കേൾക്കണം. പ്രിയമുള്ളവർ, അതുപോലെ പണം. അപ്പൊ അങ്ങനെ പല ദേവന്മാരുള്ളിലുണ്ട്, ദേവികൾ ഉണ്ട്, പുറമേ അല്ല. ഹല്ലേലൂയ. അവയൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ഇതെടുത്ത് മാറ്റണം എന്നാണ് ഇശക്കിയിലൂടെ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സഹിക്കുന്നതിന്, അതുപോലെ നീ ജീവിച്ചിരിക്കേണ്ടതിനും, പെട്ടെന്ന് നീ മരിച്ചു പോകാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു പോകാതിരിക്കാൻ, ജീവിക്കേണ്ടതിനും വേണ്ടി നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ഹൃദയങ്ങൾ ഞാൻ മുറിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളൊരു കർത്താവിന്റെ വചനമാണ്. 30-ാം അധ്യായം നിയമാവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന 6-ാം വചനത്തിൽ. അപ്പോൾ കർത്താവിന്റെ വചനം പാലിച്ച് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സഹിച്ച് നല്ലവനായി ജീവിക്കണം എങ്കിൽ, അങ്ങനെ ദീർഘനായി ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അകാലം മരണം വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം മുറിക്കണമെന്ന്. ഇതിനെയാണ് ഹൃദയ പരിച്ഛേദനം എന്ന് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ജഡത്തിന്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. കൊളോസോസ് അധ്യായം 2:11. കാരണം ദുർവാസനകളുടെ പരിച്ഛേദനം സ്വീകരിക്കാത്തവരായിരുന്നു നാം. അതിന്റെ പിൻപിലെ വചനം അതാണ്, 13-ാം വചനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ കാരണം, നാം ഓരോരുത്തരും ഈ പരിച്ഛേദനത്തിലൂടെ കടന്നു പോകണം. ഇത് വേദനയുള്ളതാണ് കണിശമായിട്ടും. ഹാർട്ട് ഓപ്പറേഷൻ ഏറ്റവും കോംപ്ലിക്കേറ്റഡാണ്, ഏറ്റവും പ്രയാസമുള്ളതാണ്. നമുക്കറിയാം, ഏറെ പേർ പ്രാർത്ഥിക്കും ഹാർട്ട് ഓപ്പറേഷൻ വിജയമാകാൻ. അത് കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷയാണെങ്കിലും അതുപോലെ നമ്മളൊരു പുതിയ ഹൃദയം ഉള്ളിന്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ നിശ്ചയമായിട്ട് ഒന്നിക്കണം ഒരു ഫോറിൻ ബോഡിയാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഹൃദയമാണ്. അപ്പോൾ ഏറെ സപ്പോർട്ട് കൊടുക്കണം പ്രാർത്ഥനയിലൂടെ, ദൈവസ്നേഹത്തിലൂടെ, കൂരാശയുടെ ജീവിതത്തിലൂടെ. ഇല്ലെങ്കിൽ അത് തകർന്നു പോകും, മരിച്ചു പോകും. ഹല്ലേലൂയ. ഒരു ഹാർട്ട് വെച്ചാൽ അങ്ങനെ എന്തേറെ ശ്രദ്ധിക്കണം. ഞാൻ ഓർക്കാണ്, എന്റെ ഒരു അളിയൻ സ്വന്തം ഭാര്യയുടെ വൃക്ക മാറ്റി എടുത്തു. ഭാര്യ കൊടുത്തു വൃക്ക. അങ്ങനെ 20 കൊല്ലമായിട്ട് ആ വൃക്കയും കൊണ്ടാണ് ജീവിക്കുന്നത്. വളരെ കെയർഫുള്ളാണ്. ഒരു പനി വരാതിരിക്കാൻ നോക്കും, ഒത്തിരി യാത്രയൊന്നും പോകാതിരിക്കാൻ നോക്കും. അതുകൊണ്ടാണ് 20 കൊല്ലം ഒരു വിദേശ കിഡ്നി വൃക്ക കൊണ്ട് അദ്ദേഹം ജീവിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്നത് ഒരു ഫോറിൻ ഹൃദയം എന്ന് പറഞ്ഞാൽ ദൈവിക ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവത്തെ സഹിക്കുവാൻ, പരസ്പരം സഹിക്കുവാൻ, കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വിധേയപ്പെടാൻ ഒത്തിരി വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളൊരു വിഷയം സ്വരസിദ്ധമായിട്ട് ചെറുപ്പം മുതലേ പരിശീലിച്ചു വയ്ക്കുന്ന ചില തഴക്കങ്ങൾ അത് പറിച്ചു മാറ്റുക, മുറിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
ഒരുപക്ഷെ ചെറുപ്പത്തിലെ കള്ളുകൂടി തുടങ്ങിയതാ, അപ്പനുണ്ടായിരുന്നപ്പോൾ മുതൽ, അല്ലെ ബീഡി വലി തുടങ്ങിയതാ, അല്ലെങ്കിൽ മറ്റുള്ള ദുശീലങ്ങൾ ആരംഭിച്ചതാ. അതിപ്പിങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി കിടക്കുന്നത് കൊണ്ട് മുറിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെയിൻഫുൾ, വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർമാരൊക്കെ ഈ ഹൃദയം മാറ്റി വെക്കുമ്പോൾ അനസ്തീഷ്യ കൊടുക്കുന്നത്. പണ്ടില്ലായിരുന്നു. ഹല്ലേലൂയ. അനസ്തീഷ്യ കണ്ടുപിടിച്ചത് അധികം കാലമായാലും നമുക്കറിയാമല്ലോ. അതിന് മുമ്പ് പച്ചക്ക മുറിക്കുകയായിരുന്നു. അപ്പൊ പച്ചക്ക മുറിച്ചാൽ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇപ്പോൾ അനസ്തീഷ്യയാണ്. പക്ഷെ കർത്താവിന്റെ ഇതിന് അനസ്തീഷ്യ ഇല്ല. ഹല്ലേലൂയ. പച്ചക്ക മുറിക്കണം. നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. ഞാനിതാ എന്റെ മദ്യപാനം ഉപേക്ഷിക്കുന്നു, ഞാനിതാ എന്റെ ലഹരി പദാർത്ഥങ്ങൾ എടുത്തു മാറ്റുന്നു, എന്റെ പുകവലി നിർത്തുന്നു, അല്ലെങ്കിൽ എന്റെ വ്യഭിചാരാസക്തിയെ ദൂരെ എറിയുന്നു. അങ്ങനെ അത് യഥാർത്ഥത്തിൽ ഒരു തീരുമാനം. അത് ബുദ്ധിമുട്ടാണ്, ഇറ്റ്സ് പെയിൻഫുൾ. ഞാൻ പറയുന്നു, അങ്ങനെ ചെയ്താലേ പരിശുദ്ധാത്മാവിന് കടന്നു വന്ന് നിനക്കൊരു പുതിയ ഹൃദയം തന്ന് നിന്നെ ഒരു പുതിയ വ്യക്തി ആക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നീ മനസ്സിൽ ഊർജ്ജസ്വലനാകും. മാത്രമല്ല അതിന്റെ ഫലമായിട്ട് നിന്റെ ശരീരവും ആരോഗ്യമുള്ളതാകും. ഹല്ലേലൂയ. അവിടെ നിനക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. സത്യത്തിലൂടെ നടക്കാൻ സാധിക്കും. വ്യക്തമായിട്ട് നിനക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. നിനക്ക് ദൈവത്തെ ശ്രവിക്കാൻ കഴിയും. ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അധികം തെറ്റിൽ ഉൾപ്പെടാതെ കണ്ട് അവ രോഗങ്ങളില്ലാതെ ശരീരത്തെയും കാത്തു സംരക്ഷിക്കും. അപ്പൊ ആന്തരിക ഹൃദയം ശക്തമാണെങ്കിൽ, രോഗമില്ലാത്തതാണെങ്കിൽ, കണിശമായിട്ടും നിന്റെ ശരീരത്തിന്റെ ഹൃദയവും രോഗമില്ലാത്തതായിരിക്കും. നിന്റെ ശരീരം മുഴുവനും അത് ശക്തിയുള്ളത് ആയിരിക്കും. അതാണ് എനിക്ക് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങൾ പറയുവാനുള്ളത്. അത് ഓരോ ദിവസവും ശ്രദ്ധിക്കുക. ആ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ചെയ്യാൻ ഒരു നല്ല ധ്യാനം കൂടിയോ, അല്ലെങ്കിൽ നല്ല ഒരു കൺവെൻഷൻ കൂടിയോ, വചനം കേട്ടോ, ഹൃദയത്തിന്റെ ഒരു പരിവർത്തനം നടത്തുക. ഹൃദയ പരിവർത്തനം നമ്മൾ പറയുന്നത് അതാണ്. അത് ആന്തരിക പരിച്ഛേദനം. പുറമെ ഒരു കൂരാശ സ്വീകരിച്ചുകൊണ്ടാകില്ല. ഒരു പക്ഷേ കൂരാശയിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം അതാണ്. നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുമ്പോൾ പുതിയ വ്യക്തികളായി അതാണ്. എന്നാൽ സംഭവിച്ചിട്ടില്ലായിരിക്കാം. ഓരോ കുമ്പസാരത്തിലും പുതിയ വ്യക്തിയാകാനായിട്ടാണ് കുമ്പസാരിക്കുന്നത്, ഏറ്റുപറയുന്നത്. പക്ഷെ സംഭവിച്ചിട്ടില്ലായിരിക്കാം. അപ്പോൾ അത് ആത്മീയമായിട്ട് ഒരു പരിവർത്തനത്തിലൂടെ, ഹൃദയ പരിവർത്തനം, ഹൃദയ പരിച്ഛേദനം. ഹല്ലേലൂയ. അപ്പൊ ഈ ദുർവാസനകൾ ഓരോന്നും മനുഷ്യർ കണ്ടുകൊണ്ട് അവയെ അത് റിനൗൺസ് ചെയ്യുക, ഉപേക്ഷിക്കുക. എന്നിട്ട് ആ ഹൃദയം അത് ജീവിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ മനോഹരം. അതിനുവേണ്ടിയാണ് ഈശോ തന്റെ ഹൃദയം നമുക്കായി മുറിയപ്പെട്ടത്. നമ്മൾ വായിക്കുന്നുണ്ട് ഹെബ്രായക്കാർക്ക് ലേഖനം അധ്യായം 10-19 മുതൽ വചനങ്ങൾ ഞാൻ വായിക്കുന്നു. എന്റെ സഹോദരീ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ കുരിശിൽ ആ ഹൃദയം, ശരീരം പിളർന്നു. അത് ഒരു പുതിയ പാതയാണ്, സ്വർഗത്തിലേക്കുള്ള പാത. യേശു പറഞ്ഞില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വഴി. ആ വഴി ആ ഹൃദയത്തിലാ. ഹല്ലേലൂയ. വഴി തുറക്കുകയാണ് തന്റെ ശരീരത്തിന്റെ ഹൃദയത്തിൽ. അവിടെയാണ് നിന്റെ ഹൃദയവും മുറിച്ചു വെക്കേണ്ടത്. ഹല്ലേലൂയ. അവിടെയാണ് ആ ശസ്ത്രക്രിയ, ആ ആന്തരിക ശസ്ത്രക്രിയ നടക്കുന്നത്. ഇത് ആത്മീയമാണ്. പ്രിയമുടെ തുടർന്ന് വായിക്കുന്നു, ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടമനസ്സാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലം കൊണ്ട് കഴുകുകയും വേണം. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അപ്പോൾ നമ്മൾ സത്യസന്ധമായ ഒരു ജീവിതം കഴിക്കുവാൻ, വിശുദ്ധമായ ഒരു ജീവിതം, യേശുവിനോട് ഐക്യപ്പെട്ട ഒരു ജീവിതം കഴിക്കുവാൻ, യേശുവിന്റെ പ്രമാണം സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനുള്ള ആ കടമ നിർവഹിക്കുവാൻ എല്ലാം നമ്മുടെ ഹൃദയം മുറിച്ച് ആ മുറിയപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അവിടെ നിന്നൊഴുകുന്ന ആ ചുടുരക്തം കഴുകും. ഹല്ലേലൂയ. ഈ കഴുകലാണ് പ്രാർത്ഥനയില് കൂരാശിലൊക്കെ നടക്കേണ്ടത്. അനുഷ്ഠാനത്തിലല്ല ഇത്.
ഇത് യഥാർത്ഥത്തിൽ ആത്മീയമായ ഒരു പരിവർത്തനം. ഹല്ലേലൂയ. അത് കൊണ്ടുവരണം മക്കളെ. എന്നിട്ട് ആ ജീവജലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് ഒഴുകണം. അപ്പോൾ പുതിയ ഹൃദയമായി മാറും. നിന്റെ ഹൃദയം യേശുവിന്റെ ഹൃദയമായി മാറും. നീ യേശുവിനെ പോലെ ആകും. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വേറൊരു ക്രിസ്തുവായിട്ടാണ് അവതരിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. നമ്മളിൽ അവർ കാണേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പരിഗണന, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് കൊടുക്കുന്നത്, സേവനം ചെയ്യുന്നത്, ഇതൊക്കെയാണ് ജനങ്ങൾ കാണേണ്ടത് ക്രിസ്ത്യാനിയിൽ, ക്രിസ്തുവിനെ അനുകരിക്കുന്ന ആരിലും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഹൃദയ ശസ്ത്രക്രിയ പണം കൊടുക്കേണ്ട, ആശുപത്രി കിടക്കേണ്ട, ഡോക്ടർമാർക്ക് പൈസ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആശുപത്രിക്കും കൊടുക്കേണ്ട. നിനക്ക് പ്രാർത്ഥനയിലൂടെ ആത്മീയമായിട്ട് ആ കർത്താവിനെ നോക്കുക, ആ ക്രൂശിതനെ നോക്കുക, ആ ക്രൂശിതന്റെ ഹൃദയത്തിലേക്ക് നോക്കുക. ആ ക്രൂശിതന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ഹൃദയം ഒട്ടിക്കുക. അവിടുന്ന് ഒഴുകട്ടെ ആ ജീവരക്തം, ആ ജീവജലം ഒഴുകട്ടെ. അപ്പോൾ നീ ഒരു പുതിയ വ്യക്തിയാകും. നീയല്ല, ഞാൻ നിന്നിൽ ജീവിക്കുന്നു എന്ന ആ സ്വരം നിനക്ക് കേൾക്കാൻ കഴിയും. പൗലോസ് കേട്ടതുപോലെ, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ക്രിസ്തു ആയിരിക്കും നിന്റെ ജീവിതം മുഴുവൻ അങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഹൃദയ ശസ്ത്രക്രിയ, ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തൂ. പണച്ചെലവില്ലാത്തത്. എന്നാൽ ജീവിതമാണ്, നിന്റെ ജീവിതം തന്നെയാണ് എനിക്ക് കൊടുക്കേണ്ടത്. നിന്റെ ജീവിതത്തെ കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നീ അതിന് തയ്യാറാകണം. ഒരു രോഗി, ഹാർട്ട് രോഗി എപ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഓപ്പറേഷൻ ടേബിളെ കിടക്കുന്നു, അതുപോലെ ഞാൻ ദാ അങ്ങയുടെ സന്നിധിയിൽ എന്ന് പറഞ്ഞ് ആ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഹല്ലേലൂയ. എങ്കിലേ ആ നിത്യ സത്യ ഡോക്ടറായ ദൈവത്തിന്, യേശുവിന് ഈ ശസ്ത്രക്രിയ നിന്നിൽ ചെയ്യാൻ കഴിയും. എങ്കിൽ മാത്രമേ നിന്നെ കഴുകാനും നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ ഹൃദയം തരാൻ, പുതിയ മനോഭാവം തരുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമക്കളെ, സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉപസംഹരിക്കുന്നു. ഒരു മിനിറ്റ് കണ്ണുകളടയ്ക്കൂ, ഞാൻ പ്രാർത്ഥിക്കാം. കാരുണ്യമുള്ള കർത്താവേ, ഞാനൊരു ചെറിയ വീഡിയോ കൊടുത്ത ഈ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും അങ്ങനെ ഒരു ആന്തരിക ഹാർട്ട് സർജറിയിലൂടെ, ആന്തരിക ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലൂടെ, ആന്തരിക ഹൃദയ മുറിച്ചുമാറ്റലിലൂടെ ഇവർ അങ്ങേക്ക് പ്രിയമുള്ളവരായി ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ. പലതും ചെറുപ്പം മുതലേ പരിശീലിച്ച പരിശീലനങ്ങളാണ്, തഴക്കങ്ങളാണ്. മാറ്റാൻ പ്രയാസമുണ്ടായിരിക്കാം. ഒരു പക്ഷേ കൂട്ടുകാർ കൂടി സ്കൂളിൽ വെച്ച് തുടങ്ങിയ തഴക്കമായിരിക്കാം. ഒരു പക്ഷെങ്കിൽ ചീത്ത ചെയ്യാനുള്ള പ്രവണത, സ്വയംഭോഗമായിരിക്കാം, പുകവലിയായിരിക്കാം, മദ്യപാനം, നന്നേ ചെറുപ്പത്തിലെ കൂട്ടുകാർ കൂടി തുടങ്ങിയതായിരിക്കാം. അതെ, വീട്ടിൽ മാതാപിതാക്കളോ പൂർവികരോ അപ്രകാരം മദ്യപിക്കുന്നതും തിന്മ ചെയ്യുന്നതും കണ്ടത് അബോധ മനസ്സിൽ കിടക്കുന്നതായിരിക്കാം. അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ കർത്താവ് അത് മുറിച്ചു മാറ്റണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ജീവിത സാഹചര്യത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോൾ അത് മൂടിവെക്കാനായിരിക്കാം മദ്യപാനം തുടങ്ങിയത്, ലഹരി എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെയായിരിക്കാം മറ്റുള്ള സ്പർദ്ധ, വൈരാഗ്യം, രോഷം എല്ലാം തളം കെട്ടിക്കിടക്കുന്നത്. ഈശോനാഥ, യേശുനാഥ, ഈ നിമിഷം എല്ലാം കഴുകിക്കളയൂ, ഇത് മുറിച്ചു കളയൂ. എന്നിട്ട് ഒരു പുതിയ ഹൃദയം അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും അങ്ങനെ ശാരീരികമായിട്ടും ഒരു ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ അത് ഹാർട്ടിന്റെ പ്രശ്നമുള്ളവര്, ഹാർട്ടിന്റെ വാൽവിന് പ്രശ്നമുള്ളവര്, അവരൊക്കെ ചിലരൊക്കെ ആൻജിയോഗ്രാം ചെയ്തവരാണ്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരാണ്. കർത്താവേ, ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെ മാറ്റിക്കളയൂ കർത്താവേ. ഈ ആന്തരിക ഹാർട്ട് ശസ്ത്രക്രിയയിലൂടെ ഇവർക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവുമാകുമ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു പറയും, നിന്റെ ഹൃദയം സ്വസ്ഥമാണ്, നിനക്കിനി ഓപ്പറേഷൻ ഇല്ല, നിന്റെ അമിതമായ നാഡിയെടുപ്പ് അരിത്മിയ മാറിയിരിക്കുന്നു, നീ ആരോഗ്യവാനായിരിക്കുന്നു. ഇത് കേൾക്കാൻ ഇടവരട്ടെ. യേശുവേ നാഥ, ഈ നിമിഷം ഇവരോരോരുത്തരെയും അങ്ങയുടെ മുറിയപ്പെട്ട ഹൃദയത്തിലേക്ക് ഞാൻ ഒട്ടിച്ചു വെക്കുന്നു, ചേർത്ത് വെക്കുന്നു. ഓ, ശക്തി ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശു ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും
വിടുവിക്കുവാനും സുഖപ്പെടുത്തുവാനും സ്വതന്ത്രരാക്കുവാനും വിശുദ്ധീകരിക്കാനും പൗരോഹിത്യത്തിൽ എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ലോകത്തുള്ള എല്ലാ വൈദികരോടും പുരോഹിതരോടും പുരോഹിത ശ്രേഷ്ഠന്മാരും ചേർന്നുകൊണ്ട് സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരോടും ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ കന്യാ മറിയത്തോടും ഔഷപിതാവിനോടും ചേർന്നുകൊണ്ട് ഞാൻ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുന്നു. പുതിയ ഹൃദയം ഇവർക്ക് ഓരോരുത്തർക്കും നൽകുന്നു. ഇവർ ഓരോരുത്തരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.